നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി UDF ഭരണസമിതിയുടെ സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് ചൂണ്ടിക്കാട്ടി LDF. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ തൽസ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. കരുവന്നൂർ ബാങ്ക് ചൂണ്ടിക്കാട്ടി UDF കൗൺസിലർമാർ പ്രതിരോധിച്ചതോടെ LDF UDF കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി. ഭരണസമിതിയെ RBI മരവിപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്നും BJP. ഏത് ഏജൻസിയുടെ അന്വേഷണത്തെയും നേരിടാമെന്നും അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ച് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ സ്ഥാനത്ത് തുടരില്ലെന്നും MP ജാക്സൺ. വെള്ളിയാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിന്റെ ആരംഭത്തിൽ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാറാണ് വിഷയം ഉന്നയിച്ചത്. UDF ഭരണസമിതിയുടെ ക്രമക്കേട് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ITU ബാങ്കിലെ നിക്ഷേപകർ ആശങ്കയിലാണ്. 7000-ഓളം വരുന്ന നിക്ഷേപകർ നിക്ഷേപത്തുക തിരിച്ചു ചോദിക്കുമ്പോൾ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന മുനിസിപ്പൽ ചെയർമാനെതിരെ നിക്ഷേപകർ ഉയർത്തുന്ന പ്രതിഷേധം മുനിസിപ്പൽ കൗൺസിലിനാണ് അപമാനമെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും PV ശിവകുമാർ ആവശ്യപ്പെട്ടു. മറുപടി പറയാൻ ആരംഭിച്ച മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സന് മുന്നിൽ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാറിന്റെ നേതൃത്വത്തിൽ LDF അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെയാണ് കരുവന്നൂർ ബാങ്ക് ചൂണ്ടിക്കാട്ടി UDF അംഗങ്ങൾ പ്രതിരോധവുമായി എത്തിയത്. ഇരുവിഭാഗവും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾക്കിടയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോളും LDF അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും നടന്നു. മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചതോടെയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കാതിരുന്നത്. മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MP ജാക്സൺ രാജിവെക്കുന്നു പറഞ്ഞു. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ അഴിമതിക്കുള്ള ഏകദേശം 400 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നേക്കുന്നത്. ഏകദേശം 100 കോടി രൂപയുടെ ക്രമക്കേട്. അതിന് ഭരണസമിതി അംഗങ്ങളിൽ തന്നെ വലിയൊരു ക്രമക്കേട്. ആ ഭരണസമിതി അംഗങ്ങളിൽ കഴിഞ്ഞ അടിസ്ഥാനത്തിൽ ഭരണസമിതി അംഗങ്ങളിൽ തന്നെ 2.5 കോടി രൂപയുടെ പണം തിരിച്ചു പിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് തുടർച്ചയായി 34 വർഷം ഭരിച്ച ബാങ്കിന്റെ ചെയർമാൻ ശ്രീ MP ജാക്സൺ എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാൻ 36 വർഷം ഭരിച്ചതിന് ശേഷം അതിനെതിരെ സഹായികൾ നിക്ഷേപകര് ഏകദേശം 7000-ഓളം നിക്ഷേപകർ പറയുന്നു അവരെ പണം തിരിച്ചു കൊടുക്കുന്നത്. അവരെ പണം തിരിച്ചു കൊടുക്കുന്നു പറയുമ്പോ UDFന്റെ ഭീഷണി അത് മനസ്സിലാവും. അത് ഞങ്ങളിതിന് ഇത്രയും പ്രേരിപ്പിച്ചത്. കാരണം UDFന്റെ ഭീഷണി ഞങ്ങളിത് ഏർപ്പാണ്. കാരണം ഇത്രയും പണം അവരവിടെ ബാങ്കിൽ കൊണ്ടിട്ട് തിരിച്ചു ചോദിക്കുമ്പോ 12ഓളം പേര് മരിച്ചു. പണം കിട്ടാതെയും അതേപോലെ ചികിത്സാ സഹായത്തിനും അതേപോലെ തന്നെ പഠനാവശ്യത്തിനും മരുന്ന് മേടിക്കേണ്ട ആവശ്യമുള്ള തന്നെ 12 പേര് മരിച്ചു. ഞങ്ങളുടെ പോക്കറ്റ് ബാങ്കിൽ പണം കിട്ടാണ്ട്. അപ്പൊ ആ പോക്കറ്റ് 3 പേരൊപ്പ് ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ചെയർമാൻ ഉൾപ്പെടെ ഭരണസമിതി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് ആർക്കും നിയമനം വേണ്ടെന്ന് ഒപ്പിട്ട് മേടിച്ചു. TV ചാനലിൽ അടുത്ത ബാങ്ക് മാനേജറായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാണ് ഇത് രണ്ടിനും ഉത്തരവാദിയായിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനാണ്. അപ്പൊ ചെയർമാൻ ഇതിന് മറുപടി രാജിവെക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാണ്. ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 10 സമയം വിളിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇതുവരെ ഇത് ആവശ്യം ഉന്നയിച്ചിട്ടില്ല. കാരണം കാര്യങ്ങൾ പഠിച്ചപ്പോ വലിയ അഴിമതി നിക്ഷേപകരൊക്കെ തന്നെ വഴിയാധാരമാകുന്ന ശേഷമുള്ളത്. അത് നിക്ഷേപകര് വഴിയാധാരമാകുന്ന രീതിയിൽ. കാരണം അവരൊക്കെ ശാപം നിങ്ങൾക്ക് ഉൾപ്പെടെ ഭരണസമിതി കിട്ടും. അതുമല്ല റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഏകദേശം വരുന്ന നമ്മുടെ 2 കൗൺസിലർമാരുണ്ട്. സുജാത ശിവകുമാർ MP ജാക്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങള് 24 ലക്ഷം രൂപ നടക്കാനും പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ്. പിന്നെ കൽക്കത്ത കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ അത് വേറെ. ദുബാക്ക കമ്പനിയുടെ ആ
രാഷ്ട്രീയ പ്രേരിതമായാണ് ITU ബാങ്ക് ഭരണസമിതിയെ മരവിപ്പിച്ചതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു പറഞ്ഞു. ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് RBI നടപടി സ്വീകരിച്ചത്. RBI നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും വീഴ്ചയുണ്ടായി. ITU ബാങ്കിലെ ഭരണസമിതിയെ വിമർശിക്കുന്ന LDF അംഗങ്ങൾക്കെതിരെ കരുവന്നൂർ ബാങ്ക് വിഷയം ചൂണ്ടിക്കാട്ടി TK ഷാജു തിരിഞ്ഞതോടെ BJP LDF അംഗങ്ങൾ തമ്മിലായി വാക്കേറ്റം. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തി ITU ബാങ്ക് 5 ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് തിരിച്ചു നൽകിയപ്പോൾ കരുവന്നൂർ ബാങ്കിൽ പ്രീമിയം അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് അതുപോലും നൽകാൻ കഴിഞ്ഞില്ലെന്ന TK ഷാജു കുറ്റപ്പെടുത്തി. കരുവന്നൂർ ITU ബാങ്കുകളിലെ പ്രതിസന്ധി മൂലം നാട്ടിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുഭവപ്പെടുകയാണെന്നും നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു നൽകാൻ നടപടിയുണ്ടാകണമെന്നും TK ഷാജു ആവശ്യപ്പെട്ടു. അപ്പോൾ ITU ബാങ്ക് ആയാലും മറുഭാഗത്ത് കരുവന്നൂർ ബാങ്ക് ആയാലും നമുക്കറിയാം, ഇത് സാധാരണക്കാരൻ്റെ, ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ആയാലും ഉദ്യോഗസ്ഥരുടെ ആയാലും മറ്റു കച്ചവടക്കാരുടെ ആയാലും ദേവാലയങ്ങളുടെ ആയാലും മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും നിക്ഷേപങ്ങളാണ്. ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി നിക്ഷേപിക്കാനും ലോൺ എടുക്കുന്നതിനും സൗകര്യങ്ങൾക്കും ആവശ്യാനുസരമാണ് ഇത്തരം സഹകരണ ബാങ്കുകളും അതുപോലെ തന്നെ ഈ അർബൻ ബാങ്കും നിലനിന്ന് പോകരുന്നത്. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ചെയർമാൻ പറഞ്ഞതിലൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സുപ്രഭാതത്തിൽ വന്നല്ല റിസർവ് ബാങ്ക് രാഷ്ട്രീയപരമായി ഈ ബാങ്കിനെ ഏറ്റെടുക്കുന്നത്. അത് മണ്ടത്തരാണ്. ഒരു റിസർവ് ബാങ്കും നിലവിലെ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് ഏറ്റെടുക്കില്ല. റിസർവ് ബാങ്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിയെ ഏറ്റെടുക്കുക? അത് അതിന്റെ ഡീറ്റെയിൽഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഓഡിറ്റ് റിപ്പോർട്ടല്ല. സഹകരണ ബാങ്കിന്റെ ഓഡിറ്റ് ടീമായിട്ട് ഇതൊരു ബന്ധമില്ല. ഈ അയാളിനായാലും ഒരു ബന്ധമില്ല. ആകെ ഇതിന് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വേണമെങ്കിൽ ഒരു വിജിലൻസ് എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വേണമെങ്കിൽ ഏർപ്പെടുത്താമായിരുന്നു. ഒരു എൻക്വയറി നടത്തിയിരുന്നു. പക്ഷെ റിസർവ് ബാങ്ക് ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അതിനാണ് കറക്റ്റായിട്ട് പറയുന്നത്, ആസ് പെർ ദ സർക്കുലർ ഇഷ്യൂഡ് ബൈ RBI വൈഡ് സർക്കുലർ നമ്പർ DOR CAP REC 03/201/225/26 dated April 1, 2025 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അതിൽ പറയുന്നത് എന്താ? ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ CRAR of 12% of a risk weighted asset. ITU ബാങ്കിലെ നിക്ഷേപകരുടെ നിക്ഷേപം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായി നടപടിയെടുത്ത ഭരണസമിതിയെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. ബാങ്കിൽ ഒരു വിധത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ലെന്ന് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു നൽകുന്നതിനാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ച് ഭരണസമിതിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. ഭരണസമിതി തിരിച്ചു വന്നാൽ സമയബന്ധിതമായി നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു നൽകും. ബാങ്കിനെതിരെ RBI നടപടിയെടുത്ത് 9 മാസവും സംസ്ഥാനത്ത് LDF ആയിരുന്നു അധികാരത്തിൽ. ഒരു വിജിലൻസ് അന്വേഷണമോ മറ്റ് ഏജൻസികളുടെ അന്വേഷണമോ ഉണ്ടായില്ല. CPM നേതാക്കൾ നൽകിയ പരാതിയിൽ മുൻപ് സഹകരണ വകുപ്പ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 40 കൊല്ലത്തെ തന്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ഒരു കറുത്ത പാടുപോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലെന്നും ഏത് ഏജൻസി അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ
താൻ സ്ഥാനത്ത് തുടരില്ലെന്നും MP ജാക്സൺ പറഞ്ഞു. അവിടെ വന്ന് അധികാരം സ്ഥാപിച്ച 9 മാസം ഭരിച്ച പാർട്ടിയുടെ മുൻനിര ആൾക്കാരെ നിങ്ങൾക്കൊരു അന്വേഷണം നടത്താൻ വിജിലൻസ് അന്വേഷണം നടത്താൻ ബ്രാഞ്ച് അന്വേഷണം ഞാൻ കുറ്റപത്രം സമർപ്പിച്ച കെ രാധാകൃഷ്ണനെയും AC മൊയ്തീനെയും ഞാൻ വഴികളെ വന്നില്ലല്ലോ, അത് പാർട്ടിയിൽ പറഞ്ഞില്ലല്ലോ തടയാൻ. അല്ല ഞാൻ അതല്ലോ ഞങ്ങൾക്ക് പറഞ്ഞേക്കാലോ AC മൊയ്തീനെ തടയാ, കെ രാധാകൃഷ്ണനെ തടയാ, MM വർഗീസിനെ തടയാ, ഞങ്ങൾക്ക് ആയിക്കൂടെ. അവർ കുറ്റപത്രം സമർപ്പിച്ച എൻ്റെ പേര് കുറ്റപത്രമൊന്നുമില്ല, എൻ്റെ പേര് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നെ തടയാൻ. അപ്പോൾ അല്ല നിങ്ങൾ ഈ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞങ്ങൾ അതിനൊന്നും പോകില്ല, വേറെ തടയാനൊന്നും ഞങ്ങൾ പോകില്ല. നിങ്ങൾ ED തടഞ്ഞില്ല, ഞങ്ങൾ ഒരു തടയാൻ എന്നോട് അന്വേഷിച്ചോടുന്നത് ഈ ED വിജിലൻസ് ആരും ഇവിടെ അന്വേഷിച്ചോളൂ, ഞാൻ ആരും തടയാൻ പോകില്ല. അങ്ങനെയാണ് ജനങ്ങൾ ഞങ്ങളുടെ അയച്ചത്. അപ്പോൾ വിഷ്ണു പറഞ്ഞ് ഓട് പൊളിച്ചു പോകുന്നതല്ല, ആരും ഓട് പൊളിച്ചു പോകുന്നതല്ല. ഇതൊക്കെ കാണുമ്പോൾ ഓട് പൊളിച്ചിട്ടാണ് സംശയം ആൾക്കാർക്ക് തോന്നുന്നത്. കാണുന്നത് സംശയം തോന്നുന്നത് ഓട് പൊളിച്ചിട്ട് വന്നവരാണോ എന്ന്. അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടാക്കില്ല, നിങ്ങൾക്ക് അവകാശം ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ അവകാശം അവസരമുള്ളതല്ലേ ഇവിടെ സംസാരിക്കാൻ. ഞാൻ ഇന്ന് വരെ ഒരാളുടെ അവകാശത്തിൽ തടഞ്ഞിട്ടില്ല, ഒരാൾക്ക് സംസാരിക്കാൻ അവസരം തരട്ടിയിട്ടില്ല. ഏത് വിഷയം ഉന്നയിച്ച് സംസാരിക്കാൻ പറയും. നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സംസാരിക്കാം, എനിക്കിത് എതിർപ്പില്ല. റിസർവ് ബാങ്ക് അന്വേഷിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്ത വെച്ച കാര്യത്തിൽ ഞാൻ പിണറായി വിജയൻ വീട്ടിലേക്ക് സമരത്തിന് പോയാൽ മതിയാ, സതീശിനോടേക്ക് പോകണ്ടേ? ഞാൻ പഴയ ആളുടെ അടുത്തേക്ക് പോയാൽ മതിയാ. പിണറായി വിജയനാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, ഒരു പിണറായി വിജയൻ ചെയ്തത് എനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും മുഖ്യമന്ത്രി അടുത്തേക്ക് പോവാം. ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ, നിങ്ങൾ അങ്ങനെ പോയി സമീപിക്കുക. അദ്ദേഹം പറയും ഇവിടെ ഒരു നയാ പൈസയുടെ അഡ്മിറ്റ് നടത്തില്ല, ഒരു നയാ പൈസ ആരും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു നോക്കും, ഞാൻ എല്ലാവരും കൊണ്ട് ചേർന്ന് നിങ്ങൾ ചോദിച്ചോ. അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പത്രക്കുറിപ്പ് വന്നല്ലോ, ഒരു നയാ പൈസ അവിടെ നിന്ന് ഒരു കളവുണ്ടായിട്ടില്ല, ഒരു പൈസ പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ഉത്തരവാദിത്തം പറഞ്ഞേ ശിവന്റെ ഉത്തരവാദിത്തം ആൾക്കാരെ പിടിച്ച് പുറത്താക്കി എന്ത് ചെയ്യും? അതിന്റെ രാഷ്ട്രീയം കണ്ട് ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഇവിടെ തുള്ളിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ അതിനിപ്പോ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എന്തെങ്കിലും വാർത്തകൾ അതിങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ഭാഗമാണ്. ഞാൻ പറയുന്നത് അത് അവരുടെ ഭാഗം എന്തെങ്കിലും ചെയ്തു നോക്കിയിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് ആവേശം വരെ ആൾക്കാരുണ്ട്. അതുകൊണ്ടോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പേരില് എന്റെ പൊന്ന ശിവകുമാരൻ നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടായിരുന്ന അന്നത്തെ കരിന്റെ ബാങ്കിൽ MP ജാക്സൺ എന്താ പറഞ്ഞ ഒരു ഗവൺമെന്റ് നിങ്ങൾ സഹായിക്കാൻ പറ്റില്ല, ബാങ്കിനെ പറ്റുള്ളൂ പറഞ്ഞ ആളാണ് അവിടെ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഞാൻ അന്നത്തെ നേതാക്കൾ ഞാൻ പറഞ്ഞു ചന്ദ്രനാണ് സൂര്യാനായിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ ബാങ്കിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവിടെ ഗവൺമെന്റ് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് ഒരാളുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പരിഹരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞതാണ്. ഞാൻ സഹകരണമാരാഘോഷത്തിന് പരസ്യമായിട്ട് പ്രസംഗിച്ച ആളാണ്. അതായത് ബാങ്കിന്റെ പ്രശ്നം, അതായത് ബാങ്കിന്റെ ദുരിതം പറ്റില്ല. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എൻ്റെ പേരിൽ കുറ്റപത്രം വന്ന് ഞാൻ കുറ്റവാളികൾ ഏതെങ്കിലും ഒരു നീതിന്യായം കൊടുത്തുകൊടുത്താൽ അന്ന് ഞാൻ രാജിവെക്കും. നിങ്ങൾ ആരംഭിച്ചിട്ട് അന്വേഷിക്കുന്ന ആളല്ല ഞാൻ. ഏതെങ്കിലും ഒരു കോടതിയിൽ MP ജാക്സന്റെ പേര് കുറ്റപത്രം വന്ന് ഞാൻ കുറ്റം ചെയ്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ പാർട്ടിയെ ആരംഭിച്ചു. അപ്പോൾ ഞാൻ ചെയർപേഴ്സണെ ആരംഭിക്കും. എനിക്കൊന്നും ഇത്ര വലിയ അലങ്കാരം പറയുന്നതല്ല, അല്ലെങ്കിൽ ഇതുപോലെ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന ആളല്ല ഞാൻ. ITU ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദികളായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സണും കൗൺസിലർമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ മാർച്ച് നടത്തി. മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, ആളൂർ മണ്ഡലം പ്രഭാരി ലോചനൻ അമ്പാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VC രമേശ്, ജിതേഷ് മോഹൻ, രഞ്ജിത്ത് KR, പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാരായ സൂരജ് കടുങ്ങാടൻ, ലിഷോൺ ജോസ്, ബിനോയ് കോലാന്ത്ര, പ്രിയ അനിൽ എന്നിവർ പ്രസംഗിച്ചു. ആളൂർ മണ്ഡലം പ്രസിഡന്റ് PS സുബീഷ് സ്വാഗതവും ഇരിങ്ങാലക്കുട മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട് നന്ദിയും പറഞ്ഞു.
കുറെ കാലങ്ങളായി ഏതാണ്ട് 7000-ഓളം നിക്ഷേപകരെ പറ്റിച്ച് കൊള്ളയടിച്ച MP ജാക്സൺ രാജിവെക്കണം, മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ ജൂലൈ 31-ന് ഞങ്ങൾ സമരം നടത്തിയിരുന്നു ഈ ITU ബാങ്കിന് മുന്നിൽ. ഈ വർഷം ഇതേ ദിവസം തന്നെ ജാക്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരിങ്ങാലക്കുട നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. നമുക്കറിയാൻ സാധിക്കും, 108 വർഷം പഴക്കമുള്ള ഒരു ബാങ്കാണ് ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്ക്. 1918 മെയ് 3-ാം തീയതി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ആ വർഷം തന്നെ ജൂലൈയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതാണ്. അവിടെ നിങ്ങോട്ട് 108 വർഷത്തെ പാരമ്പര്യമുള്ള ആ ബാങ്കിന് MP ജാക്സന്റെ നേതൃത്വത്തിൽ 35 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം അതിന്റെ ചെയർമാനായി 35 വർഷത്തെ ഭരണം കൊണ്ട് 1000 കോടി രൂപയുടെ കടക്കണിയിൽ ആക്കി കൊള്ളയടിച്ചിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, മൂലധനത്തിനപ്പുറത്തേക്ക് ആ മൂലധനവും അതുപോലെ ഡെപ്പോസിറ്റും ഇതിനപ്പുറത്തേക്കാണ് വായ്പ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്? ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിഷയം, ഇപ്പൊ 100 കോടി രൂപ പോലും കിട്ടില്ല. കേരളത്തിന്റെ മാർക്കറ്റില് ഇവർ വെച്ച പണയ വസ്തുക്കൾക്ക്, സ്ഥലമായാലും എന്തായാലും ആ പണയ വസ്തുക്കൾക്ക് 100 കോടി രൂപ പോലും വിലമതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും 400 കോടിയിൽ പരം നിക്ഷേപകർക്ക് പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കാൻ എന്ത് ചെയ്യും? നമുക്കറിയാലോ, ഈ പൈസക്ക് വേണ്ടിയിട്ട് ആ ബാങ്കിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6 മാസം കൂടുമ്പോഴാണ് ഇപ്പോൾ 10,000 രൂപ കിട്ടുന്നത്. 6 മാസം കൂടുമ്പോൾ നമുക്കറിയാം, രോഗാവസ്ഥയിലെ ആളുകള് ആ ബാങ്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. അവരുടെ പണം, അവർ സ്വരൂപിച്ച പണം, അവരുടെ വീട് വിറ്റ പണം, അവരുടെ സ്ഥലം വിറ്റ പണം, ആ പണമൊക്കെ ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിന്റെ പലിശ വാങ്ങിക്കൊണ്ടാണ് ആ ആളുകള്, രോഗാവസ്ഥയിലെ ആളുകള് മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അതും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് നിരവധി പൈസ അവർ ഡെപ്പോസിറ്റ് ചെയ്തു. ആ പഠനങ്ങളൊക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ പഠനങ്ങൾ പ്രവാസിയായി വർഷങ്ങളോളം ഗൾഫിലോ മറ്റു വിദേശത്തോ പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടിയ വരുമാനം ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ബാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും കിട്ടാത്തൊരവസ്ഥയാണ്. എല്ലാ രംഗത്തും നമുക്കറിയാം, 2019 റിസർവ് ബാങ്ക് ഗവർണർ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജോബ് ഫെസ്റ്റ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ട്രഷറർ KD യദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J. ചുറ്റിലപ്പിള്ളി മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് ഭാരവാഹികളായ വിഷ്ണു പ്രഭാകരൻ, PD ദീപക് എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം നവ്യ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളുണ്ട്, മറ്റു യുവാക്കളും എല്ലാവരുമുണ്ട്.
10ാം ക്ലാസ് പാസ്സായിട്ട് മെട്രിക്കുലേഷൻ പാസ്സായിട്ടുള്ളവരുണ്ട്, +2 പാസ്സായിട്ടുള്ളവരുണ്ട്, ഡിഗ്രി പാസ്സായിട്ടുള്ളവരുണ്ട്, ബിരുദാനന്തര ബിരുദം പാസ്സായിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഫിലും PhD എടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ തൊഴിലന്വേഷകരായി നാട്ടിൽ അലയുകയാണ്. അപ്പോഴാണ് DYFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ജോബ് ഫെസ്റ്റുകൾ നടത്തുമ്പോൾ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നിന്ന് 10ഓളം വരുന്ന കമ്പനികളാണ് ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ രംഗത്ത് കോറോ ഹെൽത്ത് എറണാകുളത്ത് ഈ അടുത്ത അവസരത്തിൽ 800ഓളം പേരെയാണ്, അമേരിക്കൻ കമ്പനിയാണ്, ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനിയിൽ 800ഓളം പേരെയാണ് ഒരു ദിവസം ജോലിക്ക് വന്ന അന്ന് പിരിച്ചുവിടുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്ത് ചൂഷണവും അശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾ വരെ അവർക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല എന്നുള്ളൊരു വിഷമകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞാൻ ഒരൊറ്റ കമ്പനിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ യൂട്യൂബ് ആയാലും മറ്റ് സോഷ്യൽ മീഡിയ വർക്കിലൊക്കെ തന്നെ അവരൊക്കെ ഇരിങ്ങാലക്കുട KSRTC സബ് ഡിപ്പോയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ചെയർമാനായി ട്രാൻസ്പോർട്ട് കമ്മിറ്റി രൂപീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, വാർഡ് കൗൺസിലർ പ്രവീൺസ് ഞാറ്റുവെട്ടി, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, സൂപ്രണ്ട് AS ദിവ്യ, MP-യുടെ പ്രതിനിധി കൃപേഷ് ചെമ്മണ്ട, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ജോസ് മൂഞ്ഞേലി, ഉല്ലാസ് കളക്കാട്, KA റിയാസുദ്ദീൻ, KK ശിവൻകുട്ടി, MK സേതുമാധവൻ, PS മാർസൽ, റിമ പ്രകാശൻ, KL ജോസ്, ജോജി ചന്ദ്രശേഖരൻ, KK ശശിധരൻ, PB മനോജ് കുമാർ എന്നിവരാണ് അംഗങ്ങൾ. നമ്മുടെ മേഖലയിലുള്ള ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമ്മുടെ KSRTCയിൽ ഗതാഗത സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനും അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ യോഗമാണ്. നമുക്ക് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും നമുക്ക് ഈ പ്രദേശത്ത് ഉൾപ്പെടുന്നവരും അടക്കം നിയമസഭാംഗങ്ങളും പ്രതിനിധികൾ MLA MP-യുടെ പ്രതിനിധിയും എല്ലാവരും അടങ്ങുന്നൊരു കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരണമായിട്ടുള്ളത്. നമുക്കറിയാം ഈ KSRTCയെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ഇത്രയും വിപുലമായ രീതിയിൽ വളർച്ചയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ MLA-യുടെ ഒരു സഹായം നാം മറക്കാതെ പറ്റില്ല. അദ്ദേഹം ഈ KSRTCയുടെ ഈ വിവാഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടർന്നുള്ള നിയമസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, അതിൽ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുത്ത് ബഹുമാനപ്പെട്ട തോമസ് ഉണ്ണിയാടൻ MLA പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു. റിട്ടയേർഡ് ഗവൺമെന്റ് സിവിൽ സർജൻ ഇരിങ്ങാലക്കുട RS റോഡിൽ ഡോക്ടർ പോൾ ശങ്കുരിക്കൽ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. ഞാറക്കൽ ശങ്കുരിക്കൽ പരേതരായ കുരുവിള സ്റ്റാൻസ്ലാവൂസ് റോസി ദമ്പതിമാരുടെ മകനാണ്. ഫിലോ ഭാര്യയും ഡോക്ടർ ക്രിസ്റ്റി സ്റ്റാൻലി എന്നിവർ മക്കളുമാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ടിന്റെ മാതാവ് കളക്കാട്ട് വീട്ടിൽ പരേതനായ മുഹമ്മദ് ഹനീഫ, ഭാര്യ റംലത്ത് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിൽ നടക്കും. പ്രദോഷ്, നസീമ എന്നിവരാണ് മറ്റു മക്കൾ. ഫൗഷത്ത്, BV, ഷീജ, ഷേർഷ എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.